കളമശ്ശേരിയിൽ കടയിൽ കയറി മാല മോഷണം. ഇന്നലെ ഉച്ചയ്ക്കാണ് മോഷണം നടന്നത്. കൂനംതൈ അമ്പലം റോഡിലാണ് കടയുടമയായ യുവതിയുടെ മാല പൊട്ടിച്ചത്. മോഷണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. കളമശ്ശേരിയിലാണല്ലോ രണ്ടും. നമുക്കൊന്ന് കാണാം ആ ദൃശ്യങ്ങൾ. ഓടി വരുന്നു, മാല പൊട്ടിച്ചുകൊണ്ട് പോവുകയാണ്. ആ ചേച്ചി നല്ല സ്പീഡിൽ ഓടുന്നുണ്ട്. ഇങ്ങനെ ഓടാതിരിക്കും. മോഷ്ടിച്ചുകൊണ്ട് പോയത് ഈ സ്വർണ്ണമാലയല്ലേ? ഹെൽമറ്റും വെച്ച് കടയുടമയുടെ സ്വർണ്ണമാല തന്നെ പിടിച്ചു പറിച്ചുകൊണ്ട് പോവാണ്. സ്വർണത്തിന് വിലയേറിയതോടെ ഈ സ്വർണ്ണമാല മോഷണങ്ങൾ കുറച്ചധികമാവുന്നുണ്ട്. കൂനംതൈ അമ്പലം റോഡിലെ കടയുടമയുടെ മാലയാണ് മോഷ്ടിച്ചത്. മോഷണത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മോഷ്ടിച്ച് നേരെ വന്ന് സ്കൂട്ടറിൽ കയറി. അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ മട്ടന്നൂര് ആ സ്ത്രീ പരമാവധി ഓടാൻ ശ്രമിച്ചു, പക്ഷേ കിട്ടിയില്ല. എന്തെങ്കിലും സൂചനകളുണ്ടോ? ആ CCTV-യിൽ പതിഞ്ഞിട്ടുണ്ട്. ആ നമ്പർ കേന്ദ്രീകരിച്ച് എന്തെങ്കിലും അന്വേഷണം, ആരാണെന്ന് മറ്റോ? ഡോക്ടർ അരുൺകുമാർ, പോലീസ് എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. കളമശ്ശേരിയിലെ കൂനംതൈ അമ്പലം റോഡിൽ അന്തുമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്റ്റേഷനറി കടയുണ്ട്. ആ കടയിൽ ഒരു ജീവനക്കാരി മാത്രമാണ് ഉണ്ടായിരുന്നത്. കട ഉടമയായ ഒരു സ്ത്രീ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇയാൾ ഒരു സ്കൂട്ടറിൽ ആ കടയുടെ മുന്നിലേക്ക് വരുന്നു. അതിനുശേഷം ആ സ്കൂട്ടർ അവിടെ നിർത്തി, ഹെൽമെറ്റ് അടക്കം ധരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ കടയുടെ മുമ്പിൽ ഏറെ നേരം പമ്മി നിൽക്കുന്നത് കാണാം. അതിനുശേഷം അകത്തേക്ക് കയറി ഒരു പേപ്പർ വേണം എന്ന് കടയുടമയോട് ആവശ്യപ്പെടുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിൽ മാല പൊട്ടിക്കുന്നത്. മാല പൊട്ടിച്ച് ഉടൻ തന്നെ ഇയാൾ ഈ നേരത്തെ തന്നെ സ്റ്റാർട്ടാക്കി നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിന്റെ അടുത്തേക്ക് ഓടിയെത്തുകയും പിന്നീട് സ്കൂട്ടറിൽ കയറി രക്ഷപ്പെടുകയുമായിരുന്നു. എന്തായാലും ഈ വീട്ടമ്മ പിറകെ ഓടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അയാൾ ഈ സ്കൂട്ടറുമായി രക്ഷപ്പെടുകയാണ് ചെയ്തത്. എന്തായാലും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് CCTV ദൃശ്യങ്ങളും മറ്റും പരിശോധിച്ചുകൊണ്ട് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, അല്ലെങ്കിൽ ഇന്നോ നാളെയോ തന്നെ ഇയാൾ വലയിലാകും എന്ന് തന്നെയാണ് കളമശ്ശേരി പോലീസ് പറയുന്നത്. അരുൺകുമാർ, ഓക്കെ, താങ്ക് യു. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. രണ്ട് സംഭവങ്ങളും തട്ടിപ്പിന്റെ കഥകളും നമ്മളിപ്പോൾ കളമശ്ശേരിയിൽ നിന്നാണ് കേട്ടത്, അല്ലേ?